വെട്ടിയ നാടാണ് എന്നിട്ടാണോ ആർലേക്കർ എന്നാണ് SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്. വളരെ പ്രകോപനപരമായ മുദ്രാവാക്യവുമായാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ 4ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പോലീസും SFI പ്രവർത്തകരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ ഈ ഒരു സമരം എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. 2 ജലപീരങ്കികളാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇന്ന് ഒരു ജലപീരങ്കി മാത്രമേ ഉള്ളൂ. ആ ജലപീരങ്കിയിലെ വെള്ളം തീർന്നിരിക്കുന്നു. ഇതിനെ തുടർന്ന് ഇതാ SFI പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിട്ട് അതിന് മുകളിൽ ഇപ്പോൾ കയറിയിരിക്കുകയാണ്. ടിയർ ഗ്യാസ് പ്രയോഗിക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. നമസ്കാരം. സർവകലാശാലയിലെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് SFI പ്രവർത്തകർ ഇക്കഴിഞ്ഞ ദിവസമെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. സർവകലാശാല ആസ്ഥാനത്തേക്ക് ഉൾപ്പെടെ ഇക്കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ പ്രതിഷേധത്തിൽ നിരവധി SFI സംസ്ഥാന നേതാക്കളെ അടക്കം റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ സർവകലാശാല ആസ്ഥാനത്തേക്ക് DYFI പ്രവർത്തകർ ഉൾപ്പെടെ വമ്പിച്ച മാർച്ചുമായി രംഗത്ത് വന്നിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ SFI പ്രവർത്തകർ രാജ്ഭവന് മുന്നിലേക്കും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിലേക്ക് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ആസ്ഥാനത്തേക്ക് വാതിൽ ഇടിച്ചു കയറിയിട്ടും അവരെ പോലീസ് ഒന്നും ചെയ്തിരുന്നില്ല. ജലപീരങ്കി അടക്കം ഉപയോഗിച്ചു എങ്കിലും SFI പ്രവർത്തകരുടെ ദേഹത്ത് പോലും കൊള്ളാത്ത രീതിയിലായിരുന്നു അവർ ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നാൽ ഇന്ന് എന്താകുമെന്നാണ് ഉറ്റുനോക്കുന്നത്. SFI പ്രവർത്തകർ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് വരികയാണ്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് SFI പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഇന്ന് സമരം കടുക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പോലീസ് ജലപീരങ്കി നിരന്തരം SFI പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് അതികഠിനമായി മുന്നോട്ട് പോവുകയായിരുന്നു. വലിയ രീതിയിൽ കടുക്കുകയായിരുന്നു. എന്നാൽ പോലീസ് ഇതിനെതിരെ യാതൊരു നടപടിയും അപ്പോൾ സ്വീകരിച്ചിരുന്നില്ല. ഇവരെ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്തു എങ്കിലും ഇവർ അറസ്റ്റ് കൈവരിച്ചിരുന്നില്ല. എന്തായാലും SFI പ്രവർത്തകർ നിലവിലിപ്പോൾ ബാരിക്കേഡ് പിടിച്ചു ഉലയ്ക്കുകയാണ്. നമ്മൾ മുൻപ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണിച്ചിരുന്നു. വലിയ സന്നാഹമാണ്, വലിയ സുരക്ഷയാണ് രാജ്ഭവന് ചുറ്റും ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ബാരിക്കേഡ് ഉണ്ട്, മറുവശത്ത് മറ്റൊരു ബാരിക്കേഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതായത് പൂർണ്ണമായും റോഡ് അടച്ചാണ് വൻ സുരക്ഷ രാജ്ഭവന് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ 2 ബാരിക്കേഡുകൾക്കിടയിലും 2 ബസ്സുകൾ നിർത്തിയിട്ട് പ്രതിരോധം തീർത്തിട്ടുണ്ട്. എന്തായാലും SFI പ്രവർത്തകർ ഈ ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ട് ഉള്ളിലേക്ക് വരുമോ എന്നാണ് പോലീസ് നോക്കുന്നത്. ഇന്ന് പോലീസ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതാണ്.
എന്തായാലും കടുത്ത മുദ്രാവാക്യവുമായാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. TP-യെ വെട്ടിയ നാടാണ്, എന്നിട്ടാണോ ആർലേക്കർ എന്നാണ് SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്. വളരെ പ്രകോപനപരമായ മുദ്രാവാക്യവുമായാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ 4ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഇതുവരെയും ബാരിക്കേഡ് ചാടിക്കടന്ന് SFI പ്രവർത്തകർ രംഗത്ത് എത്തിയിട്ടില്ല. പോലീസ് നിരവധി തവണയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു. എന്നാൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് ഈ കോമ്പൗണ്ടിലേക്ക് കടക്കാനുള്ള SFI പ്രവർത്തകരുടെ ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
SFI പ്രവർത്തകരുടെ പ്രതിഷേധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ ഈ സമരമുഖത്ത് SFIയും മറ്റ് പ്രവർത്തകരുമെല്ലാം തന്നെ BJP ആണെങ്കിലും ഈ രാജ്ഭവനിലേക്കും അതുകൂടാതെ സെക്രട്ടേറിയറ്റിലേക്കും എല്ലാം തന്നെ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ രണ്ട് ജലപീരങ്കി, അതായത് ജലപീരങ്കിയുടെ രണ്ട് വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇന്ന് ഒരു വാഹനം മാത്രമേ ഉള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഒരു വാഹനം മാത്രമേ ഉള്ളൂ. ആ വാഹനത്തിലെ വെള്ളം തീർന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ SFI പ്രവർത്തകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബാരിക്കേഡ് മറച്ചിട്ടിരിക്കുകയാണ്. ഈ ബാരിക്കേഡ് മറച്ചിട്ടതിന് ശേഷം ഇവർ ഉള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും പോലീസും SFI പ്രവർത്തകരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ ഈ ഒരു സമരം എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. കാരണം ഒരു സമരം നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ജലപീരങ്കികളാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇന്ന് ഒരു ജലപീരങ്കി മാത്രമേ ഉള്ളൂ. ആ ജലപീരങ്കിയിലെ വെള്ളം തീർന്നിരിക്കുന്നു. ഇതിനെ തുടർന്ന് ഇതാ SFI പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിട്ട് അതിന് മുകളിൽ ഇപ്പോൾ കയറിയിരിക്കുകയാണ്. അതിന് മുകളിൽ കയറി നിന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ അറിയിക്കുകയാണ്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസവും എല്ലാം തന്നെ സർവകലാശാല ആസ്ഥാനത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രകോപനവും പ്രതിഷേധവുമായാണ് SFI പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നത്. സമാനമായ രീതിയിൽ ഇപ്പോൾ രാജ്ഭവനിലേക്കും SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ബാരിക്കേഡ് മറച്ചിട്ട് ഇപ്പോൾ ഇവർ അതിന് മുകളിൽ കയറിക്കൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ DYFI പ്രവർത്തകർ ഉൾപ്പെടെ സർവകലാശാലയിലേക്ക് മാർച്ചുമായി രംഗത്ത് വന്നിരുന്നു. അതേസമയം തന്നെ AISF പ്രവർത്തകരും സമാനമായ രീതിയിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ ഇക്കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് വാതിലിടിച്ച് പൊളിച്ച് കയറി നടത്തിയിട്ടും ഒന്നും തന്നെ നടത്തിയില്ല. എന്നാൽ ഇപ്പോൾ പോലീസ് ആ ദൃശ്യങ്ങളിലേക്കാണ് മറുനാടൻ കടക്കുന്നത്. എന്തായാലും ടിയർ ഗ്യാസ് പ്രയോഗിക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ VC-ക്കെതിരെയും ഗവർണർക്കെതിരെയും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഗവർണർ പോര് കടുക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് SFI പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ സർവകലാശാല ആസ്ഥാനത്തേക്ക് DYFI പ്രവർത്തകർ സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ യാതൊരുവിധ നടപടിയും പോലീസ് എടുത്തിരുന്നില്ല. പോലീസ് ഇപ്പോൾ രാജ്ഭവനിന് മുന്നിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പ്രതിഷേധം കടുത്തിരിക്കുന്നു. തത്സമയ ദൃശ്യമാണ് കാണുന്നത്. ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള സൈറൺ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. ബാരിക്കേഡിന് മുകളിൽ നിന്നും SFI പ്രവർത്തകർ താഴേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ടിയർ ഗ്യാസ് ഏത് നേരവും പ്രയോഗിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. SFI പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ നിന്നും ഇന്ന് പിന്മാറുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും SFI പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. പോലീസിനോട് ധൈര്യമുണ്ടെങ്കിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കൂ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. പോലീസ് ഇതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. SFI പ്രവർത്തകർക്ക് അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. പിരിഞ്ഞു പോയിട്ടില്ല എങ്കിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അവരുടെ അറിയിപ്പ് ബാനർ ഇതാ ഉയർത്തി കാണിക്കുന്നു. ടിയർ ഗ്യാസ് ഉടൻ തന്നെ പ്രയോഗിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. SFI പ്രതിഷേധം കടുപ്പിക്കുന്നു. ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അതിന് മുകളിൽ കയറി നിന്ന് അവർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഗവർണർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് SFIയും DYFIയും ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്തടക്കം ഇത്തരത്തിൽ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. സമാനമായ രീതിയിൽ പ്രതിഷേധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മണിക്കൂറിൽ നിരവധി തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി
പൊതുവെ ഒരു സമരം നടക്കുകയാണ് എങ്കിൽ ഒരു വണ്ടിയല്ല 2 വണ്ടിയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇന്ന് ഒരു വണ്ടി മാത്രമാണ് എത്തിയത്. ആ വണ്ടിയിലെ ഇപ്പോൾ വെള്ളം തീർന്നിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് SFI പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അതിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ്. ബാനർ ഉയർത്തിക്കൊണ്ട് സംഗി വിസി അറബിക്കടലിൽ എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള അറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത്. അറിയിപ്പുകളെല്ലാം തന്നെ SFI പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും സമരത്തിൽ നിന്നും ഇപ്പോൾ പിന്മാറണം എന്നുള്ള അറിയിപ്പ് തന്നെയാണ് SFI പ്രവർത്തകർക്ക് പോലീസ് അധികൃതർ നൽകിയിരിക്കുന്നത്. എന്തായാലും ടിയർ ഗ്യാസ് പ്രയോഗിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. പോലീസ് പരമാവധി ഇക്കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് നടപടികളൊന്നും തന്നെ എടുക്കാതെ, അതായത് കൂടുതൽ പ്രകോപനത്തിലേക്ക് SFI പ്രവർത്തകരെ കടത്താതെ അത്തരത്തിലുള്ള ഒരു നടപടിയായിരുന്നു പോലീസ് എടുത്തിരുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു എന്നുള്ള സൂചനയെല്ലാം തന്നെ പുറത്തു വരുന്നു. നാടകീയമായി MV ഗോവിന്ദൻ അന്ന് സർവകലാശാല ആസ്ഥാനത്ത് എത്തിച്ചേരുന്നു, അതിന് പിന്തുണ അറിയിക്കുന്നു. ഇതിനെതിരെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നിരുന്നത്. ആ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്ത സംസ്ഥാന SFI നേതാക്കൾക്കെതിരെ നിയമ നടപടിയെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു. ചിലർ റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ രാജ്ഭവൻ മാർച്ചുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതിഷേധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയും DYFI പ്രവർത്തകർ ഉൾപ്പെടെ സർവകലാശാല ആസ്ഥാനത്തേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ബാരിക്കേഡ് മറച്ചിട്ടുകൊണ്ട് അതിന് മുകളിൽ കയറിക്കൊണ്ട് പ്രതിഷേധം കടുപ്പിച്ച് തന്നെയാണ് SFI പ്രവർത്തകർ രംഗത്തുള്ളത്.
ഗവർണർ ചെറിയ ബോംബല്ലോ നന്നിട്ടായിരുന്നു ബോംബല്ലോ കഴിഞ്ഞ മൂക്ക് ചുമരക്കൊടി ഞങ്ങൾ പിടിയിട്ടാണ് കൊടി കൊടിയൊന്നും കാണിച്ചു പഠിപ്പിക്കല്ലേ വെറച്ചു പോയോ ഗവർണർ പോക്കിട്ടോ കിടപ്പുണ്ടോ എന്തായാലും SFI പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിട്ടു എങ്കിലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നത് പോലെ ബാരിക്കേഡ് തള്ളിയിട്ടു എങ്കിലും അതിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുക മാത്രമാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമെല്ലാം പ്രതിഷേധം നടത്തിയപ്പോൾ ബാരിക്കേഡ് തകർത്തുകൊണ്ട് അതിന് മുകളിൽ കൂടി ചാടിക്കടന്നുകൊണ്ടായിരുന്നു അവർ ഉള്ളിൽ കയറിയായിരുന്നു പ്രതിഷേധിച്ചിരുന്നത്. സർവകലാശാല ആസ്ഥാനത്തടക്കം അതുകൂടാതെ രാജ്ഭവനിലേക്ക് അടക്കം ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ പോലീസ് ഇന്ന് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമോ എന്ന് ഭയന്നതുകൊണ്ടാണോ ഇത്തരത്തിൽ SFI പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് അകത്തേക്ക് കടക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ടിയർ ഗ്യാസ് ഉൾപ്പെടെ പ്രയോഗിക്കാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും കടന്നില്ല. എന്തായാലും ഇവർ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ സമര പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് ഇവർ നടത്തുകയാണ്. വരും ദിവസങ്ങളിലും ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.